നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഡബ്ല്യൂസിലെ പുതിയ വീഡിയോ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡൈമൻഡ് വ്ലോഗാണ്. നമ്മൾ രാവിലെ നേരത്തെ എണീറ്റാന്ന് വെച്ചാൽ ശ്രുതി നേരത്തെ എണീറ്റ്, ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. ശ്രുതി നേരത്തെ എണീറ്റായിരുന്നു. ശ്രുതി രാവിലെ നേരത്തെ എണീറ്റിട്ട് സാമ്പാറൊക്കെ ചൂടാക്കി, മീൻകറിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ നിഷു? അതൊക്കെ ചൂടാക്കിയത് തീരെ വയ്യ, ഡേറ്റ് അതിൻ്റെ വയറുവേദനകളിലൊക്കെയാണ്. അപ്പോൾ ഉലുവെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിലായിക്കൊണ്ടിരിക്കുക കുടിക്കാനായിട്ട്. ഉലുവെള്ളം കുടിച്ച് വേദന കുറച്ച് കുറയും അല്ലേ? അപ്പോൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ശ്രുതി. കെറ്റിൽ വെള്ളം നിറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആഹാരം നടക്കട്ടെ. ഞാനിപ്പോൾ പല്ലേച്ചാ പല്ലേച്ചില്ല, പല്ലേച്ച് പ്രഷപ്പ് ആവണം. ഞാനും പല്ലേച്ച് പ്രഷപ്പ് ആവാനുണ്ട്. രണ്ടും കൂടി പല്ലൊക്കെ തേച്ച് പ്രഷപ്പായിട്ട് വന്നിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാനുണ്ട്. മാവ് ഇന്നലെ കൊണ്ടുവന്നായിരുന്നു താഴത്തെ കടയിൽ നിന്ന് ഇല്ലേ? അപ്പോൾ മാവ് പാക്കറ്റുണ്ട്. ദോശ ഉണ്ടാക്കിയിട്ട് സാമ്പാറുണ്ട്. ചമ്മന്തി വേണമെങ്കിൽ അരച്ച് കഴിക്കാം എന്നുള്ള പ്ലാനിലൊക്കെ ഇരിപ്പുണ്ട്. നോക്കട്ടെ. ചിലപ്പോൾ ചമ്മന്തി അരിക്കും, ചിലപ്പോൾ അരയ്ക്കൂല. കാരണം തേങ്ങ പൊട്ടിക്കണം വീണ്ടും അല്ലേ? പൊട്ടിച്ച് തേങ്ങ തീർന്നല്ലേ? തേങ്ങ പറഞ്ഞാൽ ഞാൻ പൊതിക്കാം. നോക്കട്ടെ, എന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ള പ്ലാനിലിരിക്കുന്നത്. ശ്രുതിക്ക് മീൻകറി ഉണ്ട്. ശ്രുതിക്ക് മീൻകറിയും ദോശയും കൂടെ കഴിക്കാൻ ഇഷ്ടം. അതിന് ശ്രുതിയുടെ ഒരു തിരുവനന്തപുരംകാരുടെ ആ സ്റ്റൈലിലുള്ള ഫുഡാണല്ലോ, അതുകൊണ്ട് ശ്രുതിക്കത് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സാമ്പാർ ചട്നി കഴിച്ച് ദോശ കഴിക്കാൻ ഇഷ്ടം. സാമ്പാറുണ്ട്, ചട്നി കൂടെ അരച്ചാൽ പൊളിക്കും. നോക്കട്ടെ, അതുകൂടി ഞാൻ തേങ്ങ ചിലരുടെ കാര്യം ചെയ്യാം. ഫസ്റ്റ് പല്ലേച്ച് പ്രഷപ്പാണ്. പോവാ, കമോൺ മകേഷ്, കമോൺ. അപ്പോൾ കെറ്റുകരിയിലേക്ക് പോകാം. വേസ്റ്റ് ബ്രഷ് എടുത്തോ. വേസ്റ്റ് ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. ശ്രുതിയുടെ ബ്രഷ് ശ്രുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. കിണറിലൊക്കെ വെള്ളം എന്താണെന്ന് അറിയാൻ പാടില്ല. ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു ശ്രുതി. ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം കുറയാൻ ചാൻസ് ഉണ്ട്. കിണറ്റിൽ പോയി നോക്കട്ടെ. മഴ പെയ്യാത്തത് കൊണ്ട് വെള്ളം കുറയേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. സാധാരണ കുറയാറുണ്ട് മഴ പെയ്തില്ലെങ്കിൽ. ഇന്നിപ്പോൾ എന്താണ് കണ്ടീഷൻ ഇപ്പോൾ എത്തി നോക്കി അറിയാൻ പറ്റും. പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട്, ഒരു റിങ് കുറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, വെയിലടിക്കുന്നുണ്ട്. രാവിലെ നല്ല അടിപൊളി വെയിലൊക്കെയാണ്. ഈ വെയിൽ പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെ വെയിലാണെങ്കിലും അപ്പർ സൈഡിൽ കുറച്ച് കാർമേഘമുണ്ട്. അത് കാരണം വെയിൽ വിശ്വസിക്കാൻ പറ്റൂല ആണ് വേറൊരു കാര്യം. ഗൈസ്, ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 2 റിങ് കൊണ്ടിട്ടുണ്ട്. ഒന്നല്ല 2 റിങ് കുറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി. വെള്ളം ഇറങ്ങിപ്പോയി. മഴ കുറഞ്ഞ് വെള്ളം ഇറങ്ങിപ്പോവും. അത് വേറൊരു പ്രശ്നം. താഴെ ചെളിയാണ് കിണറിനകത്തുള്ള ചെളിയൊക്കെ കോരി വൃത്തിയാക്കണം, അല്ലെ ശരിയാവില്ല. ഇനി പൈസ ഇട്ട് നമുക്ക് കിണർ വൃത്തിയാക്കാം. ഫുള്ളും കാട് പിടിച്ച് കിടക്കുക കിണറിനകത്ത് ഫുള്ളും. അതൊക്കെ വൃത്തിയാക്കി സെറ്റപ്പാക്കി എടുക്കണം. ശരിക്കും തേച്ചടിപൊളിയായിരിക്കും. തേക്കാൻ നല്ല കാശവും. അത് വേറെ പ്രശ്നം. നോക്കട്ടെ, പറ്റി നമുക്ക് ചെയ്യാം. അതൊക്കെ ലോട്ടറി അടിക്കട്ടെ, എല്ലാം ചെയ്യാം. ഉള്ള പാത്രവും കുടിവെള്ളം ബക്കറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്നാവട്ടെ. സമയം ഏകദേശം എത്ര മണിയായി? 9 കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് ലൈവൊക്കെ പോകണം യൂട്യൂബിൽ. ഇനി നമ്മൾ റിംഗ് ലൈറ്റൊക്കെ വാങ്ങിച്ച സ്ഥിതിക്ക് നമുക്ക് അത് വെച്ച് ലൈവൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ അതാണ് അടുത്തൊരു റെഡി. അത് സെറ്റാക്കി ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നത്തെ ലൈവ് ഒരു 3 മണി 4 മണിക്കൂർ ഉച്ച ലൈവ് പോകുന്നതായിരിക്കും രാവിലെ തൊട്ട്. ഇന്ന് മുന്നേ ഡെയിലി രാവിലെ രാവിലത്തെ ഉച്ച ലൈവ് വേണം എന്നുള്ള പ്രതീക്ഷയൊക്കെ ഇരിക്കണം. നോക്കട്ടെ. പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞു ഗൈസ്. ശ്രുതി പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് വരുന്നുള്ളൂ. ആശ്വാസമായ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. നടക്ക്. പാത്രം കാണാണ്ട് പല്ലിയൊക്കെ ഉണ്ട്. ഈ കപ്പെടുക്കണ്ടോ എന്നോട് എടുക്കാനുണ്ട്? എവിടെ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഞാൻ പോട്ടെ. നമുക്ക് പോയിട്ട് വെള്ളം കോരി കൊടുക്കാം ശ്രുതിക്ക്. പിന്നെ കുടിക്കാനുള്ള ബക്കറ്റിൽ വെള്ളം ഞാൻ കോരിക്കൊണ്ടുവരണം. ശ്രുതി പൊക്കൂല, ശ്രുതി കൊയ്യാത്തല്ലേ. അപ്പം ഞാൻ തന്നെ പൊക്കി കൊണ്ടുവരണം. പാത്രമെല്ലാം എടുത്താൽ വൃത്തിക്ക് നോക്കിയാൽ വേറെ പാത്രമൊന്നുമില്ലല്ലോ. ആ ബക്കറ്റിലെ പാത്രം വെള്ളം എടുത്ത് പാത്രം കഴിക്കും. നമുക്ക് വേറെ വെള്ളം കോരി തുണി മുക്കാം. ഏതൊക്കെ ആയിക്കോട്ടെ. തുണി മുക്കാൾ എടുത്തോണ്ട് കേസ് കുറേ തുണി മുക്കാനുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കാം. ശ്രുതി മുക്കി വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി എടുക്കട്ടെ. ഇല്ല ഗൈസ്, നമുക്ക് വെയിലിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാർമേഘ കൊണ്ടുവന്ന് നോക്കിയാൽ ഫുള്ളും മൂടറായി പെട്ടെന്ന്. ഇനി അടുത്തത് മഴയാണ് വരാൻ വേണ്ടി പോകുന്നത്. ശ്രുതി പാത്രം കഴിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ വെള്ളം കോരി കൊടുത്തിട്ട് വേണം കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകാനായിട്ട്. മുക്കി ചെയ്യാം. ഡ്രസ്സ് മുക്കി വെച്ചാ നീ വെള്ളം കോരിയാ? ഞാൻ വിചാരിച്ചു ശ്രുതി അത് ചെയ്തില്ലല്ലോ. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച പാത്രം മാത്രം കഴിയുള്ളൂ. കഴുകി ശ്രുതി മറ്റേ ബോക്സൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ടുവന്ന ബോക്സൊക്കെ കഴുകിയെടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടും വെക്കാൻ പാടുപെടില്ല. അതൊക്കെ ശ്രുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രുതി ഇതേ പല്ലേച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഏകദേശം. ഞാൻ ഈ ബക്കറ്റ് വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുപോകണം. ഇത് നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിലാണ് നമ്മൾ പാത്രം കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. മഴ പൊടിഞ്ഞു തുടങ്ങി കേസ് വീണ്ടും. മഴക്കാലമല്ലേ, മഴ പൊളിക്കട്ടെ.
നമുക്ക് ഈ പ്ലാവിൽ ഒരു ചക്കയുണ്ട്, ഒരൊറ്റ ചക്കയുണ്ട്, ഒരൊറ്റ എണ്ണമുണ്ടോ, ഒരു ചക്കയേ ഉള്ളൂ. നമ്മുടെ പ്ലാവല്ല, നമ്മുടെ അയൽവാസിയുടെ പ്ലാവാണ്. പക്ഷെ നമുക്ക് അതിന് പ്ലാവിന് ചക്ക എടുക്കാൻ പെർമിഷൻ ഉണ്ട്. പക്ഷേ ഇതിന് ചക്ക എപ്പോൾ വീഴാന്നൊരു പിടിയില്ല, ഒരു ചക്കയേ ഉള്ളൂ. അത് മൂത്തിട്ടില്ലെന്ന് ശ്രുതി പറഞ്ഞത്. താഴത്തുണ്ടായിരുന്നു, താഴെ ഇവിടെയൊക്കെ ചക്ക ഉണ്ടായിരുന്നു കേസ് വെച്ചാൽ, ഇവിടെയൊക്കെ ചക്ക ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അവരന്ന് മരം മുറിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കൊമ്പൊക്കെ വെട്ടി കളഞ്ഞു. അങ്ങനെ കുറേ നല്ല നല്ല ചക്കയൊക്കെ പോയി എന്ന്. നമ്മളത് ഞാൻ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ശ്രുതി അവിടെ വെച്ചിട്ട് വന്ന് അലക്കാനുള്ള ഷാമ്പു ആണ്, അലക്കുന്ന ലോഷനാണ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ശ്രുതിയുടെ കുക്കിംഗ് പരിപാടിയാണ്. എന്നു വെച്ചു ഇനി കുക്കിംഗ് പരിപാടി ഞാൻ ലൈവിനുള്ള കാര്യം സെറ്റ് ചെയ്യട്ടെ. സ്റ്റാൻഡ് എടുത്ത് അതാണ് ലൈവിൻ്റെ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് ഫോൺ സെറ്റ് ആക്കണം. ലൈവ് പോവാലോ. ശ്രുതി ലൈവ് പോയിക്കൊണ്ട് നമ്മൾ കുക്കിംഗ് ലൈവ് ചെയ്തുകൊണ്ട് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കാം. ശ്രുതി കാണിച്ചത് ലൈവ്, നമ്മുടെ ലൈവ് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, എന്നാലും ശ്രുതിയുടെ കുക്കിംഗ് നടക്കുന്നു. എൻ്റെ ഓൾസോ അതെ ലൈവുണ്ട്. ലൈവിൽ 18 പേരുണ്ട് നമ്മൾ ലൈവിൽ. ലൈവ് തുടങ്ങിയിട്ടുണ്ട്. കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾ ടേക്ക് ഗൈസ്. അങ്ങനത്തെ ഹെവി മഴ വെച്ചാൽ വേറെ ലെവല് മഴ പൊളിക്കണം. മഴ പൊളിക്കട്ടെ അടിപൊളി മഴ. നമ്മൾ ഭക്ഷണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ കിച്ചണിൽ ഫുഡ് വെച്ച് വന്നു. അവൻ കഴിച്ചു. ബാക്കി വെച്ചിരിക്കും. അവൻ കുറച്ചും കഴിക്കുന്നതും. ഞാൻ അന്നേരം ഭക്ഷണിക്കാൻ വേണ്ടി പോട്ടെ. ശ്രുതി കൊണ്ടിട്ട് ലൈവ് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. ശ്രുതിയോടോ ഗൈസ്, നമ്മുടെ ലൈവിൽ വേണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാനും പോയി ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ലൈവും ഫുഡ് കഴിക്കലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കട്ടെ, ഞാൻ ഫുഡ് കഴിക്കട്ടെ. എനിക്കുള്ള ഫുഡ് എനിക്ക് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിക്കാണ്ട് തീർത്തില്ല. കഴിക്കടാ, ഫുള്ള് കഴിക്ക്. ആ നമ്മളിനി കുറച്ച് നേരം സിനിമ എല്ലാം കണ്ടിരിക്കാന്ന് വെച്ചിട്ട് മറ്റേ ആട് 3 വെച്ചിരിക്കാൻ കാണാൻ വേണ്ടിയിട്ട് ശ്രുതി അത് കണ്ട് കിടക്കണം. ഞാനൊക്കെ കുറച്ച് കാണട്ടെ ഗൈസ്. അത് കണ്ടെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാം. നമ്മൾ സിനിമയെ കണ്ട് എനിക്ക് വന്നിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. മെയിനായിട്ടും നമ്മൾ മുകളിൽ 2 പൂച്ചകളുണ്ട്, 3 പൂച്ചയുണ്ട് അല്ലേ നിശു? 2 ചെറിയ കുഞ്ഞുങ്ങളും ഒരു തള്ളപ്പൂച്ചയുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം. അവിടെ വീട്ടിൽ താമസവും ആരും ഇല്ല. അപ്പോൾ നമ്മളടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി ചെയ്യാണ്. അവർ കൂട്ടിലാക്കി വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ പൂച്ചേനെ. എന്തായാലും നമ്മൾ ഫുഡ് കൊണ്ട് കൊടുക്കാൻ കാര്യം ചെയ്യാം. അതവിടെ വെച്ചേക്ക്. അത് മാവായിട്ട് ഞാൻ തുറന്ന് നോക്കി, കുഴപ്പമില്ല. എണ്ണ വാങ്ങിച്ചിട്ടൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ദോശ ഉണ്ടാക്കിയിട്ട് വേണം അവർക്ക്. വേറെ ഫുഡ് നമ്മൾ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേസ്. ചോറുണ്ടാക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഇന്ന് ചോറുണ്ടാക്കൂല ഇനി? ഇന്ന് ചോറുണ്ടാക്കുന്നില്ല. ഇന്ന് ഫുള്ളും ദോശമാവ് ബാക്കി വയ്യാത്തോണ്ട് ചോറ് ഉണ്ടാക്കിയാണ്. കുഴപ്പമില്ല, വയ്യാത്തോണ്ട് ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. എന്തായാലും ഇന്നിനി ചമ്മന്തി അരിക്കണം കേസ്. കാരണം വെച്ചാൽ സാമ്പാർ പഴവും തോറും പൊടി കൂടുതലല്ലേ ചെയ്യണത്. അപ്പോൾ നിശു ആ പ്ലേറ്റ് ആണെന്ന് മാറ്റി ആദ്യം. ആ സാധനം ഫുള്ളും ഇതായി പോവും, വാടിപ്പോവും. ഞാൻ വെച്ചില്ലല്ലോ. ഇല്ല കറിവേപ്പിലേക്ക് ഉണങ്ങി പോകുന്നുണ്ട്. മറ്റേ നമ്മുടെ മൺകലത്തിൽ മുകളിൽ വെച്ചിരിക്കുക. മൺകലത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കറിവേപ്പില മടിച്ച് വെച്ചാൽ കേടായി പോവില്ല, ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ കണ്ടെടുത്തോണം അല്ലേ ശ്രുതി? ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. നമ്മളിത് ഒരു ദിവസം വെച്ചപ്പോൾ ഒരു അബദ്ധത്തിൽ വെച്ചാണ്. പക്ഷേ അവിടെ അങ്ങനെ നിന്ന് കുഴപ്പമില്ല, കേടാവാതെ നിന്ന്. അപ്പോൾ നമ്മൾ അതിന് ശേഷം പിന്നെ അങ്ങനെ വെക്കണത്. ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് മൺകലത്തിൽ മുകളിൽ വെള്ളം അടച്ച് വെച്ചിട്ട് അതിന് മുകളിലാണ് കറിവേപ്പില മടിച്ച് വെച്ചേക്കണം. അതുകൊണ്ട് കേടാവുന്നില്ല, തണുപ്പ് കിട്ടും നന്നായിട്ട്. ഫ്രിഡ്ജില്ലാത്തവർക്ക് ഫ്രിഡ്ജിൻ്റെ കൂളിങ് കിട്ടാനായിട്ട് നല്ല റെഡി ഇതാണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചേക്കണത്. അന്ന് കഴിഞ്ഞ മാസം വെച്ച സമയത്ത് കുഴപ്പമില്ലാതെ കിട്ടിയതുകൊണ്ട് ഫ്രഷായിട്ട് കേടാവാതെ ഇരുന്ന പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വെക്കണത്. ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും പിന്നെയും വാടി പോകാറുണ്ട്. പക്ഷേ ഇതിനകത്ത് വെച്ചിട്ടാണെങ്കിൽ വാടി പോയിട്ടില്ല. അപ്പോൾ 2 ദോശയും കുറച്ച് 2-3 ബിസ്ക്കറ്റ് ഇട്ടുണ്ട്, ഒരു പാക്കറ്റ് ചേർത്ത്. അത് കുടിച്ച് ബിസ്ക്കറ്റും കൂടി ചേർന്ന് കൊടുക്കാമെന്ന് ശ്രുതി പറയണത്. ദോശ ശ്രുതി ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ദോശ ഉണ്ടാക്കിയത്. ശ്രുതി ആ സമയത്ത് പെട്ടെന്ന് ബാത്റൂമിൽ പോയതാ. എന്തായാലും പ്ലാസ്റ്റിക് പാത്രം തയ്യലൊന്നും എന്തായാലും ഇതാക്കി നമുക്ക് അവിടെ കൊണ്ടിട്ട് അവരുടെ പാത്രം അവിടെ ഉണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുക്കാം. മീൻകറി ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പൂച്ച മീൻകറി കഴിക്കുമല്ല. മീൻകറി ഇല്ലെങ്കിൽ ആ പണിയില്ലേ, തിന്നല്ലേ. പട്ടിയെ പോലെ ഇറച്ചി മീൻ വേണം നിർബന്ധം പിടിക്കൂല പൂച്ച അല്ലേ? ചൂട് പിടിക്കുമോ? എന്തോ നോക്കൊണ്ട് കൊടുക്കാം. മീൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചി നാളെ വരുന്നു തോന്നുന്നു അല്ലേ? നാളെ വരുമായിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ കൊണ്ട് കൊടുക്കണം.
ശരിക്കും നമ്മൾ രാവിലെ മഴ പെയ്യുന്നില്ല, മഴ പെയ്തോണ്ട് തന്നെ കനത്തിലല്ല പൊടിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഈ പൂച്ചകളെ നമ്മൾ ശരിക്കും മറന്നുപോയി കേസ് രാവിലെ കൊടുക്കാൻ. സമയം ഏകദേശം 12 മണിയൊക്കെ ആയി. രാവിലെ കൊടുക്കാൻ നമ്മൾ മറന്നുപോയി. നമ്മൾ അത് ഓർത്തില്ല, നമ്മളിപ്പോഴാണ് ഓർത്തത്. കിച്ചു എന്നോട് കഴിച്ചിട്ട് പോയി. നമ്മൾ കിച്ചുൻ്റെ മാത്രം ഓർത്തുള്ളൂ, പൂച്ചകളെ നമ്മൾ ശ്രദ്ധിച്ച് മറന്നുപോയി ശരിക്കും വന്നാൽ. ഇന്നലെ ചേച്ചി ഫുഡും കാലം വെച്ചിട്ട് പോയേക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല ഇന്നലെ അല്ലേ നിഷു? അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. കിച്ചുവിന് ഇവിടെ നിന്ന് 2 പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ട് പോയത് ഇപ്പോൾ വന്നിട്ട്. തല കൊടുക്ക്. നീന്താ കണ്ണ് കൊടുക്ക്. മറ്റേ ദോശ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇതാക്കട്ടാ. ഇത് കുഴക്കണേ. കുറച്ചേറെ വെച്ചാൽ മതി, അധികം കഴിക്കണ്ട. ഇനി കറി കൂടിയിട്ട് ഉപ്പോ ഇവ കൂടിയിട്ട് പൂച്ചയ്ക്ക് വരുമ്പോൾ വേണ്ട. നമ്മളെന്താ ഉപ്പ് 20 കഴിക്കുന്ന ആൾക്കാരാണ്, നമ്മളൊന്നും വേറെ പ്രശ്നം. അത് ഞാനാ ഉപ്പ് വേണ്ടത് കേട്ടോ, അവിടെ കാത്ത് പാകത്തിരിക്കുന്നത്. ശ്രുതി ഉപ്പ് കുറവായിരുന്നു, അപ്പം ഞാൻ ഇടാതെ കുറച്ച് എനിക്ക് കൈ കണക്കാണ് കേസ് ഉപ്പൊക്കെ ഇടുന്നത്. അത് ചെറുപ്പം മുതലേ കുക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും കൈ കണക്കൊക്കെ. മറ്റേ സ്പൂൺ കണക്ക് ഉപ്പിട്ടെങ്കിൽ എനിക്കൊന്നും ശരിയായി തോന്നില്ല. എനിക്ക് കറക്റ്റ് ഉപ്പ് ഫീൽ കഴിക്കുമ്പോൾ കിട്ടുമെന്നുള്ളത് ആർക്കറിയാം. നിനക്ക് വാങ്ങിച്ചതൊന്നും എനിക്കറിയില്ലല്ലോ. ജോലിക്ക് സ്ഥലത്തുനിന്നാ? ആ, എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ഉപ്പിൻ്റെ കണക്കൊക്കെ അങ്ങനെയാണ് കേസ്. ഞാൻ കയ്യിലാണ് ഉപ്പിടുന്നത്. ഉപ്പ് മാത്രമല്ല, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, എന്ത് സാധനം ഇടുകയാണെങ്കിൽ എനിക്ക് കണ്ണുകൊണ്ട് കാണുന്നൊരു കണക്കുണ്ടല്ലോ, അതിലിടുന്നല്ല. സ്പൂൺ വെച്ച് ഇത്ര സ്പൂൺ ഇടണം, അത്ര സ്പൂൺ ഇടണം, അങ്ങനെ കിട്ടാൻ ശരിയാവില്ല. അത് എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ മമ്മിയുടെ അടുത്ത് പഠിച്ച ശീലം അങ്ങനെയാണ്. അതുപോലെ അങ്ങനെ ആയിപ്പോയി. ശ്രുതി കുഴക്കട്ടെ, നമുക്ക് കൊണ്ടുപോകാം. കുതിർത്ത് കുഴക്കി. പോവാം. ബിസ്ക്കറ്റ് എടുത്തോ, 2 പോകണം. ഒരെണ്ണം എടുത്തോ, 3 പൂച്ചയില്ലേ, 3 എടുക്കും. ഓരോന്ന് കൊടുക്കാം. ഞാൻ വാങ്ങിക്കോ, ഇപ്പൊ തന്നെ വരും. ഓ, മുകളിലെത്തിയപ്പോഴേക്കും ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ വ്യൂ ഉണ്ടോ ഗീസ്? നമ്മുടെ വീട് ശരിക്കും നമ്മളെ വീട് ശരിക്കും ഇവിടെ വല്ലതായിരുന്നെങ്കിൽ പൊളിച്ചാണ്. നമുക്കിവിടെ വേറെ സ്ഥലമുണ്ട്, ഈ മരത്തിനപ്പുറത്തെ സ്ഥലം നമ്മുടെ സ്ഥലമാണ്. അവിടെ വല്ലതായിരുന്നെങ്കിൽ അടിപൊളിയാണ്. റോഡിന് പക്കത്ത് വീടായിരുന്നെങ്കിൽ ഒരുപാട് ഹെൽപ്പായനെ. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ഗീസ്, വല്ലാട്ടില്ല, വളരെ ചെറുതായിട്ട് പൊടിയുന്നുള്ളൂ. അതോടെ കാര്യം, എന്നാലും മഴ പൊടിയുന്നുണ്ട്, അതാണ് കാര്യം. അത് നമ്മൾ കയറി പോകണേ. കിച്ചു അവിടെ ഉണ്ട്. കിച്ചു താഴെ കിടന്നിട്ട് ഇങ്ങനെ മുകളിൽ കിടക്കുന്നു. കൂട്ടിൽ പൂച്ചയില്ലേ? 3 അയ്യോ, നമ്മൾ ഫുഡ് ഇടുമ്പോൾ കൂട്ടിൽ പൂച്ചയില്ല, തുറന്നിട്ടേക്കുന്നു. ജയിച്ചോട്ട് എടുത്തുണ്ടോയാ? വിളിച്ചു നോക്കാം. കിച്ചുമോനെ ഗൈസ്, പൂച്ചേനെ അത് ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ കൂട്ടിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടിലല്ല, വീടിനകത്ത്. നമ്മൾ രാവിലെ ശ്രുതി ഒന്ന് നോക്കിയായിരുന്നു, ഞാൻ നോക്കിയില്ലായിരുന്നു. ശ്രുതി ഒന്ന് നോക്കിയായിരുന്നു, പൂച്ചയെ കാണാനായില്ല. ഞാൻ ശ്രുതി രാവിലെ ഫുഡൊക്കെ വന്നു എന്ന് വിചാരിച്ചില്ല. ശ്രുതി രാവിലെ വന്നായിരുന്നു. ശ്രുതി എന്നോട് പറഞ്ഞ് രാവിലെ നമുക്ക് കൂട് അടച്ചിട്ടേക്കായിരുന്നു, കൂട് തുറന്നിട്ടേക്കായിരുന്നു, പൂച്ചയെ കാണാനില്ല ശ്രുതി പറഞ്ഞു. അങ്ങനെ ശ്രുതി തിരിച്ചറിഞ്ഞു വന്നു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോഴാണ് പൂച്ച വീടിനകത്ത് ഓടി വന്നത്. ഇവർക്ക് കൂട്ടിലാക്കിയിട്ട് പോയിരുന്നെങ്കിൽ കൂട്ടി വെച്ച് കൊടുക്കാൻ എളുപ്പമായിരുന്നു, ഫുഡ് വെച്ച് കൊടുക്കാനായിട്ട് അല്ലേ ശ്രുതി? ഇവർ വീട്ടിനകത്ത് വെച്ചിട്ട് പോയി കളഞ്ഞു. എന്തൊരു കഷ്ടമാണ്, പാവങ്ങൾ. ശ്രുതി കുറച്ച് കൂട്ടി കിച്ചനും കൊടുത്തു ഗൈസ്, അവനും കഴിച്ച്. ശ്രുതി രാവിലെ ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നില്ല, രാവിലെ ബിസ്ക്കറ്റും കൊണ്ടുവന്നായിരുന്നു. പക്ഷെ പൂച്ചയെ കാണാത്തോണ്ട് ശ്രുതി താഴത്തേക്ക് ഇറങ്ങി വന്ന്. ഞാനൊന്നും വീടെടുത്തില്ല, ഞാൻ ഉറങ്ങിടുന്നില്ല. ശ്രുതി എന്നെക്കാൾ എനിക്കൊന്നും ഇട്ടില്ല, രാവിലെ നേരത്തെ ഇട്ടില്ല. അപ്പോൾ ശ്രുതി ബിസ്ക്കറ്റ് കൊണ്ടുവന്നായിരുന്നു അല്ലേ നിഷു? അപ്പോൾ പൂച്ച നോക്കിയിട്ട് കണ്ടില്ല, ഫോൺ വിളിച്ചെടുക്കുന്നില്ല. ശ്രുതി രാവിലെ വിളിച്ചിട്ട് കിട്ടിയില്ല, പരിധിക്ക് പുറത്താണെന്ന് കാണിച്ചവർ ഇതാക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ വിളിച്ചപ്പോൾ റിങ് അടിച്ച് വെച്ചെടുത്തില്ല അല്ലേ?
രണ്ട് നമ്പറുണ്ട് അവർക്ക്. 2 നമ്പർ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. ഓ ആ തങ്കച്ചിനെ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. കിച്ചു അങ്ങോട്ടൊക്കെ പോണത്. ഇങ്ങോട്ട് പോവാ, നമുക്കിറങ്ങാം. നമ്മളിന്ന് ഇപ്പം അതിൽ കൂടെ ഇറങ്ങി. നമ്മൾ നേരത്തെ കയറി വഴി കൂടെ ഇറങ്ങിയില്ല. നമ്മൾ ഇതിൽ കൂടെ പതുക്കെ ഇറങ്ങാൻ വെച്ചു. ശ്രുതിക്ക് ഭയങ്കര നടുവേദനയും വയറുവേദനയൊക്കെയാണ്. അതുകൊണ്ട് പതുക്കെ ഇതിൽ കൂടെ ഇറങ്ങാൻ ചോദിച്ചു. നമുക്കത് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. കുളിക്കാം. ഇനിയിപ്പോൾ കുളിച്ച് വർഷമാകും നമുക്ക്. സമയം ഇപ്പോൾ ഉച്ചയായിട്ടുള്ളൂ. കുളിച്ച് വർഷമായിട്ട് ശ്രുതിക്ക് ഇരിക്കാൻ വേണ്ടി ശ്രുതി ഉദ്ദേശിക്കുന്നത്. കുളിച്ച് വർഷമായിട്ട് പറ്റിയാൽ കുറച്ച് കുത്തിയിരുന്നിട്ട് വൈകിട്ട് നമുക്ക് താഴ്ത്തിറങ്ങാനുള്ള പ്ലാനിലേക്ക് ഇരിക്കണം നമ്മൾ. കിച്ചു വന്നില്ല. കിച്ചു കൂടുതൽ അവിടെ പോയി കളഞ്ഞില്ലേ? കിച്ചുന് മനസ്സിലാവും. ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിൽ പോയി പൂച്ച ഒറ്റയ്ക്കാൻ ഇതാക്കി അവൻ പോയി കളഞ്ഞ്. അവന് മനസ്സിലാണോ പറഞ്ഞല്ലേ? അതാ ഞാൻ പറഞ്ഞു, പട്ടി എന്നുള്ള വർഗം മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യന്റെ ബുദ്ധിയാണ്. അപ്പൊ ശ്രുതി വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി പോകണം. ശ്രുതി പറഞ്ഞു വേഗം സംഭവം. ഇത് നല്ല സേഫ്റ്റിയാണ് കേട്ടോ, ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇത് ഞാൻ കാണിച്ചു തരാം. ചില ആൾക്കാർക്ക് കത്തിക്കാനൊക്കെ ഭയങ്കര പണിയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി എടുത്ത് അങ്ങനെ ഒരെണ്ണം വെക്കാം. ഇത് തൊണ്ടാണ്. തൊണ്ടിന്റെ അകത്ത് വെച്ചിട്ട് ഒരു പേപ്പർ കത്തിക്കാം. ഒരു പേപ്പർ കത്തിച്ച് ഇതിലോട്ടൊന്ന് വെക്കാം. തൊണ്ടിലോട്ട് ഊതി പിടിപ്പിക്കുക. എന്നിട്ട് വേറൊരു തൊണ്ട് വെച്ചിട്ട് അങ്ങ് കവർ ചെയ്യാം. ഒരു തൊണ്ട് മീൻസ് ഒരു നല്ല കവറിങ് ആവുന്നതാണെങ്കിൽ ഒന്ന് മതി. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒന്ന് നന്നായി വീശി കൊടുക്കാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഫുള്ള് ഇത് കത്തും. എന്നിട്ട് ഞാൻ തുറന്ന് കാണിച്ചേ. ഇതിങ്ങനെ പുകഞ്ഞ് കത്തും. ലാസ്റ്റ് ഇത് തുറക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ എത്രയോ വർഷം ചേരുന്നറിയാമോ? കാരണം ഞാനത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇവിടെ ഇട്ട് കത്തിക്കുമ്പോ ചുമ്മാ അതിന്റെ വേസ്റ്റ് ഇങ്ങനെ ഉണ്ടായിട്ട് അവിടെ എവിടെയും കിടക്കും. അതിന്റെ കോട്ടനും ഒക്കെ പ്ലാസ്റ്റിക് മാത്രം കത്തിപ്പോവും. അങ്ങനെ ഒരു ദിവസം വെറുതെ നോക്കിയപ്പോഴാണ് ഇതെനിക്ക് സക്സസ്ഫുൾ ആയത്. മണ്ണെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. മണ്ണെണ്ണയുടെ ആവശ്യമില്ല. ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തിച്ച് വെച്ചോ, അല്ലെങ്കിൽ ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച് തൊണ്ടൊന്ന് തീ പിടിപ്പിച്ച് അതിനുള്ളിൽ വെച്ച് ഇങ്ങനെ കവറപ്പ് ചെയ്ത് ഒന്ന് വീശി കൊടുത്താൽ ജസ്റ്റ്. പിന്നെ എത്ര സ്റ്റേഫ്രി വെച്ചാലും അത് നിങ്ങൾക്ക് ഒരെണ്ണം പോലും അതിന്റെ വേസ്റ്റ് കിട്ടില്ല. അങ്ങനെ നിർത്തും. നല്ല ഉണങ്ങിയ തൊണ്ടായിരിക്കണം. അതുപോലെ ഉണങ്ങിയ തൊണ്ടായിരിക്കണം. പച്ചത്തേങ്ങയുടെ തൊണ്ട് നിർത്തി എത്തിക്കാൻ നിൽക്കുന്നത്. നമ്മള് ഇവിടെ ഈ കരിക്ക് മുറിക്കുന്ന സ്ഥലത്തൊക്കെ കിട്ടും കഴിച്ച് തൊണ്ടൊക്കെ. ഉണങ്ങിയ തൊണ്ടൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചാലും മതി. എങ്ങനെയായാലും ഒന്ന് ജസ്റ്റ് തീ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇല്ലേ, ശരീരേക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് തീ പിടിച്ചാൽ മതി. പിന്നെ തീ ഇതായിക്കോളും. ഇതിപ്പോ കത്തി അവിടെ ഇരുന്ന് കത്തും. എന്നിട്ട് ഞാൻ ഇതിന്റെ ലാസ്റ്റ് വേസ്റ്റ് ഞാൻ കാണിച്ചു. അതാണ് ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും. ഇതിപ്പോ ഉപയോഗിക്കാത്ത സ്റ്റേഫ്രി കത്തിച്ച് കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. യൂസ് ചെയ്ത് എടുക്കാറുണ്ട്. അതാണ് ഇത് ജസ്റ്റ് വീഡിയോ കാണിക്കാണ്ട് ഉപയോഗിക്കാത്തത് കത്തിച്ച് കാണിച്ചതാണ്. ഉപയോഗിച്ച സ്റ്റേഫ്രി ആയാലും പോവും, കുഴപ്പമൊന്നുമില്ല. നനവുണ്ടെങ്കിലും പോവും. വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. അത് നമുക്ക് റീല് ചെയ്യുമ്പോൾ കാണിക്കാം. അതിൻ്റെ ശ്രുതി. ഇതിന് ഷോർട്സ് ആയിട്ട് ഇടണം എന്നൊരു പ്ലാൻ ഉണ്ട്. കാരണം കുറേ പേര് ചോദിച്ചായിരുന്നു, നിങ്ങൾ ഈ പറമ്പിൽ വലിച്ചെറിയുമ്പോൾ പ്രകൃതിക്ക് അപ്പോൾ ഇല്ല, നമ്മുടെ അടുത്ത് 2 പേര് ചോദിച്ചായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു. എന്നുവെച്ചാൽ നിങ്ങൾ വേസ്റ്റ് എല്ലാം ഇങ്ങനെ പറമ്പിൽ വരുമ്പോൾ അത് പ്രകൃതി നശിപ്പിക്കല്ലേ, പ്രകൃതി നശിപ്പിക്കൂലേ എന്നൊക്കെ പറഞ്ഞു. പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ആളുകൾ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേഫ്രി ഒക്കെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചതിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പക്ഷേ നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെയാണ്. അതുകൊണ്ട് ഓപ്പണായിട്ട് എന്നോടൊക്കെ ചോദിക്കണം. അല്ലെങ്കിൽ എന്നോട് ചോദിക്കൂല. മറ്റുള്ളത് പോലെയല്ല, ഇത് കത്തിപ്പിടിച്ച് അത് അവിടെ ഇരുന്ന് തന്നെ അതിന്റെ ഇതെല്ലാം മാറും. നമ്മൾ ഇതിന്റെ ചോട്ടിൽ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല. തൊണ്ട് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാം. പിന്നെ ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് അങ്ങ് കത്തിച്ച് കളയാം. ഇതാ കണ്ടോ ഗൈസ് സംഭവം. ശ്രുതി ഇത് യൂസ് ചെയ്ത സ്റ്റേഫ്രി ആണ്. അത് പറയാം, യൂസ് ചെയ്ത് ഇനി പുറത്ത് വെച്ച് എത്തിക്കണം. ഇത് നിങ്ങൾ കാണിച്ചിട്ട് വേണ്ടി ശ്രുതി വെച്ച് കത്തിച്ചിട്ട് കുറച്ച് ചൂട് കൊണ്ട് കിട്ടാൻ വേണ്ടി, വിറകിന് ചൂട് കിട്ടാൻ വേണ്ടി ഞാൻ ആക്കിയതാണ്. അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വീശി കൊടുത്താൽ നന്നായിട്ട് ഇതുകൂടെ കത്തിക്കോളും.
പാമ്പിന്റെ ഇല്ല. എനിക്കടിക്കുന്നു. ഇതിനകത്തോടെ ഉണ്ടോ? പറയാൻ പറ്റില്ല. ഇതിനകത്തോടെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. പുറത്തൊക്കെ മഴയല്ലേ, നനവില്ലാത്ത സാധനത്തിൽ ഇതിനകത്തുണ്ടെങ്കിലാ. കണ്ടോ താനെ കത്തി പിടിച്ചു. കത്തി പിടിച്ചോളും. ഇതിന്റെ കണലെടുത്ത് ഞാൻ വേറെ ഇത് വെച്ചിട്ടാണ് എനിക്ക് യൂസ് ചെയ്യുന്നത് ഇതാക്കാൻ. നിന്നെ ഇതൊന്ന് കത്തിക്ക് തന്നിട്ടണം. പുറത്ത് വെച്ചത് ഇത് കാണിച്ച ഇത് നമ്മളെ എല്ലാ വീടുകളിലും തൊണ്ട് തേങ്ങ ഉപയോഗിക്കുന്ന സാധനമാണ്. തൊണ്ട് കിട്ടും. തൊണ്ട് കിട്ടാത്ത സിറ്റിയിൽ താമസിക്കുന്നവരാണെങ്കിൽ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണക്ക് തൊണ്ടായി കിട്ടും. 10 രൂപ 20 രൂപ എടുത്താൽ കിട്ടും. വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യാം. കൂട്ടി വെച്ച് വെറുതെ മണ്ണെണ്ണ ഡിസ് വെച്ചാൽ പൊടിഞ്ഞപ്പോ ഫുള്ളും കത്തിത്തീരില്ല. ഇത് പക്ഷെ കത്തിത്തീരും ഫുള്ളായിട്ട് കത്തും. ഒരു പൊടി പോലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ച് തന്നിട്ടേ ഇതാക്കുള്ളൂ. അപ്പൊ വേറെ ഒന്നല്ല ഞാൻ പറയുന്നത്, തൊണ്ട് ഫുള്ളും കത്തും. അപ്പം ആ ചൂടത്ത് തന്നെ എല്ലാം കത്തി അമരും. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്ത മീൻസ് സ്റ്റേഫ്രിയൊക്കെ ഈ ഹരിതസേനക്കാർ സിറ്റിയിലുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യണത്. വേസ്റ്റ് കൊടുക്കും അവർക്ക്. അപ്പം എന്ത് നമ്മൾ അങ്ങനെ ചെയ്യുന്നു? അതിന് നല്ലത് നമുക്ക് തന്നെ ഇത് ചെയ്യാം. പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പൊ ഫുള്ളും കത്തി ഈ തൊണ്ടിന്റെ അഹം നിങ്ങൾ കണ്ടോ? ഒന്നുപോലും ഇല്ല, എല്ലാം കത്തി നശിച്ച്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ആ തൊണ്ട് തീ പിടിക്കാൻ വേണ്ടി നിങ്ങൾ വീശി കൊടുക്കണം. ആ തൊണ്ടാണ് ഇന്ന് കത്തണത്. പിന്നെ ഇതിന്റെ അകത്ത് ഒരു സാധനവുമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഒരു തടയാക്കി വെച്ചതാണ്. ഇതിന്റെ അകത്ത് ഒരു തേങ്ങയില്ല. കണ്ടല്ലോ, എല്ലാം തീർന്നു. കണ്ട ഈ കിടക്കുന്ന സാധനം കണ്ട, ഇതൊക്കെ വെണ്ണീരാണ്. കണ്ട ഒന്നുമില്ല. അപ്പം ട്രൈ നോക്കാം. അതെ, അപ്പോൾ നിങ്ങളുടെ വേസ്റ്റ് പോലെ കത്തിക്കാൻ ഹെൽപ്പ് ആവും. അതെ ശ്രുതി. അതെ, ചില ആൾക്കാര് മറ്റേ ഇലക്ട്രിക് ഇതുപോലത്തെ സാധനങ്ങൾ മറ്റേ വലിയ പുകക്കുഴലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ച് വെക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൽ ഇത്രയും നീറ്റായിട്ട് പാമ്പേഴ്സും ഡയപ്പറും ഒക്കെ കത്തി പോകാനുള്ള റീസൺ ചൂട്. അപ്പൊ ഈ തൊണ്ട് ഫുള്ളും കവറപ്പായി. അതിന്റെ ഉള്ളിലാണ് സ്റ്റേഫ്രി ഉണ്ടായിരുന്നത്. സ്റ്റേഫ്രിക്ക് നനവും ഉണ്ടായിരുന്നു. ഫുള്ളും കത്തിയിട്ട്. ഇനി വേണമെങ്കിൽ ഒന്നും നനച്ച് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ചൂടത്ത് അത് കത്തി. ഇതിപ്പോ ഞാൻ ഇത് എന്താ പറയാ, അടുപ്പിലോട്ട് വെക്കാം. ഇത് ഉപയോഗിക്കാത്ത സ്റ്റേഫ്രി അതിന്റെ നമ്മൾ അടുപ്പിനോട് വെച്ച് ചെയ്യണത്. ഉപയോഗിച്ച സ്റ്റേഫ്രി അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാല് ശ്രുതി പുറത്ത് ചെയ്യണത് അതാണ്. ഇത് ശ്രുതി പിന്നെ ഉപയോഗിക്കാത്ത സ്റ്റേഫ്രി എടുത്ത് വെച്ച് കാണിച്ചെന്നുള്ളൂ. ഉപയോഗിക്കാത്ത സ്റ്റേഫ്രി എന്ന് വെച്ചാല് അത് എടുത്ത് വെച്ചിട്ട് മറ്റേ നമ്മളെ ഇത് കയറിയത് പാറ്റ കയറിയത്. അപ്പൊ അതാണ് ശ്രുതി ഇതാക്കിയത്. ഉപയോഗിക്കാൻ അതെ അതെ. ബാ പോയി കറിയെ കുറിച്ച് പ്രശ്നമാ. ശ്രുതി അങ്ങനെ നമ്മുടെ ചവിട്ടി അടിച്ചു കൊടുക്കുകയാണ്. കയറി കളഞ്ഞിട്ടാ 390 രൂപയുടെ സാധനമാണ്, 400 രൂപയുടെ സാധനമാണ്. കയറി കളഞ്ഞാൽ പോയി 400 രൂപ വെള്ളത്തിലാവും. അതെ അതെ. കടലെ പക്ഷെ ഇത്രയും ചെറുതൊന്നുമല്ല, ഇതിനും വലുതായിട്ടുണ്ട്. കിച്ചോടന്ന് ഓടിയിരുന്നു കേട്ടു. ഞാനാ മരിക്കണം. ഇപ്പൊ വന്ന 2 പേരിലായാലും അവിടെ മുകളിൽ ട്രെയിൻ പിടിക്കുന്ന 2 പേരിൽ ആരോ ഒരാളാ തോന്നുന്നത് അടുത്തത്. അവരുള്ളതിന്റെ കിച്ച് കറങ്ങുന്നത്. പോയി അത് കുടിക്കാം. പോയി കളിക്കോ. ആ പേപ്പറുണ്ടോ? ഞാൻ വേസ്റ്റ് എടുത്തെ അടുത്ത് കത്തിച്ചിരട്ടെ. ഞാൻ പേപ്പറാണ്. എന്നാൽ പോലും ഇതിനകത്ത് തീരും. കാരണം തൊണ്ടാണ്. തൊണ്ട് നനച്ചതിനെയും സൂപ്പറായിട്ട് പോച്ചിട്ട് തുടങ്ങി. പ്രത്യേകത അങ്ങനെയാണ് നമ്മൾ ഈ ഐഡിയ കണ്ടുപിടിച്ചത് ശ്രുതി. അപ്പം ഞാൻ പോട്ടെ ഗൈസ്. പോയിട്ട് വെള്ളം കോരണം. ശ്രുതി തുന്നൊക്കെ സമയത്ത് വെള്ളം കോരണം. നമുക്ക് കുളിച്ച് പ്രശ്നങ്ങൾ ചെയ്യണ്ടേ. പണികൾ നമുക്ക് പെൻഡിങ് ആക്കാൻ പാടില്ല. പണികളൊക്കെ തീർത്തുകൊണ്ട് കൂട്ടം താഴത്തെ ഇറങ്ങി പോകുന്നുണ്ട്. കടയിൽ പോകണം മെയിനായിട്ടും. കടയിൽ പോയിട്ട് നമുക്ക് കൊതുക് വാങ്ങണം. കൊതുക് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കൊതുകാണ്. ഇപ്പോൾ കൊതുക് തീർന്നതിൻ്റെ പേരിൽ നമ്മുടെ കൊതുകിൻ്റെ ശല്യം കൂടുതലാണ്. അപ്പോൾ കൊതുക് വാങ്ങാൻ വേണ്ടി താഴത്തും തന്നെ പോയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് വെള്ളം കൂടി പോകട്ടെ. ശ്രദ്ധയിലാക്കട്ടെ. ഞാൻ വെള്ളം കോരൽ പരിപാടികളൊക്കെ കിടക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഫോൺ കൊണ്ട് ചാർജ് തീർട്ടെ. എൻ്റെ കയ്യിൽ
വ്ളോഗ് എടുക്കാൻ ചാർജ് ഉണ്ടാവില്ല, താഴത്തേക്ക് പോകണല്ലേ, അപ്പോൾ വ്ളോഗ് എടുക്കണം. കറണ്ട് പോയി തേഞ്ഞു പോകും, അതുകൊണ്ട് ഫോൺ കൊണ്ട് കുത്തിയിട്ട് വരാം ഗൈസ്. എൻ്റെ ഫോണിൽ ചാർജ് ആയിട്ടുണ്ട്, പക്ഷേ നമ്മളതിനകത്ത് വ്ളോഗ് എടുക്കാറില്ല, ക്യാമറ ക്ലാരിറ്റി പോരാ. അപ്പോൾ കുളിയെ കഴിഞ്ഞ് ഞാൻ ആർജന ഒട്ടിച്ച് പെറുക്കി വെച്ചിരിക്കുകയാണ്, മെഡിസിനും കാര്യങ്ങളൊക്കെ. ചൊറിഞ്ഞതാണ് ഗൈസ്, ചൊറിഞ്ഞ് ഇവിടെ കിടന്നു, ചൊറിഞ്ഞ് അത്രയും നീളത്തിന് മുറിച്ച് വെച്ചിരിക്കുന്നു. അത് പഴുത്ത് പല്ലടിച്ച് താഴെയാണ് സമയം കഴിഞ്ഞു. കൊത് ചൊറിയണ നഖം ഉണ്ടാന്ന് വെച്ചാൽ നഖവും ഇല്ല. എങ്ങനെ ഇങ്ങനെ മാന്തി പൊളിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ബാക്കി മരുന്ന് ഞാൻ തേച്ചു കൊടുക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മളിത് എന്റെ കാലിലൊക്കെ മരുന്ന് വെച്ചിട്ടുണ്ട്, ഫുള്ള് മരുന്നാണ് ഞാൻ കാണിച്ചത്. കണ്ടോ, ഫുള്ള് മരുന്ന് വെച്ചിരിക്കുക. ശ്രുതി മരുന്ന് തേച്ച് തന്ന് നമ്മളിത് നടക്കാൻ വേണ്ടി പോകാൻ ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട്. 2 ടോർച്ചും കുറേ ശ്രുതി എടുത്തിട്ടുണ്ട്. ഞാൻ 2 ഫോണും. ഇപ്പോഴേ ഇരുട്ടായി തുടങ്ങി, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, രാത്രി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. കൊട വെച്ച് തോണ്ടിക്കളാ ഫുള്ളും ഇട്ടാല് വലിയാണ്. വേറെ സൈഡിലൂടെ ഉണ്ടാക്കണം, നടക്കുന്ന വഴി കൊണ്ട് ഉണ്ടാക്കരുത് അല്ലേ നിമിഷം. അവര് ഇര പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്, ആയിക്കോട്ടെ, പക്ഷെ അതാണ് എന്നെ തിന്നു, അതാണ് ശ്രുതിയെ ശ്രദ്ധിക്കുന്നത്. നല്ല പിന്നെ നമ്മൾ കുറെ ആയിട്ട് താഴെ പരുത്തിക്കൂടി പോകാത്തുണ്ട്, താഴെ പോണ് വയ്യാതൊക്കെ ആയിട്ടും, പിന്നെ ഈ പറഞ്ഞ പോലെ മഴയൊക്കെ ആയിട്ടും, പിന്നെ നമ്മൾ എപ്പോഴും മുകളിലാണ് പോയിരിക്കുന്നത് കുറെ ആയിട്ട്, അതൊക്കെ ആയിട്ട് ഇനി നമ്മൾ വീണ്ടും നമ്മൾ താഴെ തന്നെ സ്കൂളിൽ പോകും. കാരണം താഴെ ചേച്ചിയൊക്കെ എന്തെങ്കിലും വിചാരിക്കും, നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതാണ് ചേച്ചി. അത്യാവശ്യം നിന്ന് വിളിച്ചാൽ നമ്മളെ ഓടി തന്നെ ചേച്ചി ചേട്ടനൊക്കെ അല്ലേ നിമിഷു. അതാണ് നമ്മൾ താഴത്തിന് കൂടുതൽ പോകണം. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ, കാരണം നമ്മൾ മുകളിൽ എപ്പോഴും പോകുന്ന നമ്മൾ അയൽവാസികളെ വെച്ച് പോകണത്, പക്ഷെ അവരുടെ ആവശ്യം നമ്മൾ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി പോകും. പക്ഷെ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ അവർ വരൂല ഗൈസ്. എന്ന് വെച്ചാൽ നമ്മളില്ലാത്ത ദിവസം ഇന്നത്തെ ദിവസം മീൻ കൊണ്ട് താഴത്തൊക്കെ കൊണ്ട് പോയിട്ട് അവർ മീൻ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കാതെ അവരുടെ വീട്ടിൽ പുറത്ത് മറ്റേ ചാമ്പക്കട മരത്തിൽ കെട്ടി തൂക്കിച്ചിരുന്നു പോയി എടുത്താൽ അവിടെ പോയി എടുത്താൽ മതി എന്ന് വെച്ചാൽ അവർക്ക് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി താഴത്ത് ഇറങ്ങി വരാൻ വയ്യ. ഇതേ താഴെ പരുത്തി കൊടുക്കുന്ന ചേട്ടനാണെങ്കിൽ നമ്മൾ വിളിച്ചാലേ ഓടി ഇങ്ങോട്ട് വരും പുള്ളിയൊക്കെ. അതേ പിള്ളേരായാലും കൊടുത്തു വിടും ഇങ്ങോട്ട് ചേച്ചി അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൂടുതൽ നമ്മൾ ഇതാക്കുന്നത് അവരൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് അവിടെ പോകാത്തത് വിഷമമുണ്ട്. വയ്യാത്തതും കൂടിയാണ്, മഴയും വയ്യാത്തതും കൊണ്ട് ഒക്കെയാണ് പോയിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പോകണം, ശരിയാവില്ലെങ്കിൽ. അതാണ് കുറച്ച് നേരം വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല. നമ്മളിവിടെ കാട്ടാക്കടയില്ലേ നമുക്കന്ന് കിട്ടിയ കാട്ടുപൂച്ച 3 കിട്ടിയ. എന്നിട്ട് ആ വീടിന്റെ അടിയിൽ വന്ന് കുറെ കിഴങ്ങന്മാര് കമന്റ് ഇട്ടിരുന്നാ, അയ്യോ ഏതോ പൂച്ച പ്രസവിച്ചത്, ഇതേ ഡിസൈനുള്ള പൂച്ച എന്റെ വീട്ടിൽ പ്രസവിച്ചെന്നൊക്കെ. കാട്ടുപൂച്ചയെ കണ്ട തിരിച്ചറിഞ്ഞുള്ള ആൾക്കാരാണ് പറയണത്. കാട്ടി പ്രസവിച്ചത് കൊണ്ട് കാട്ടുപൂച്ച ആവില്ല. കാട്ടുപൂച്ചന്റെ കണ്ണ് വന്ന് സ്കൈ ബ്ലൂ പോലെ ഉണ്ടാവും, നല്ല ഇങ്ങനെ വെള്ളി കളറായിരിക്കും. നമുക്കന്ന് കിട്ടിയത് നമ്മളെ പഴയ വീട് കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ അതിന്റെ ചെവി എന്ന് പറയുമ്പോ സാധാ പൂച്ചനെ കാട്ടി അവിടെ നിന്നുള്ള രോമം ഇങ്ങനെ നീണ്ടിട്ട് കൈക്കും വലിപ്പുണ്ടാവും, നഖങ്ങളും നീളത്തിലായിരിക്കും, വിരലിളിച്ച് ഫീലാവും എടുത്ത്. അതാണ് എന്ന് വെച്ചാൽ കൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചേനെ കാട്ടി കുറച്ചും കൂടി കാനം ഉണ്ടാവും. അറിഞ്ഞാത്ത ആൾക്കാരാണ് വന്ന് കമന്റ്സ് ഇടുന്നത്. നമ്മുടെ ഈ നാട്ടിലെന്ന് പറയുമ്പം തിരുവനന്തപുരത്ത് പല സ്ഥലത്ത് വിദൂര കാട്ടാക്കട അങ്ങോട്ടൊക്കെ ഇതുപോലെ റബ്ബർ കാടും ഒക്കെ ഉള്ള ഏരിയകളാണ്. ഇഷ്ടംപോലെ കാട്ടുപൂച്ചകളും. നമുക്ക് പക്ഷെ അന്ന് കിട്ടിയത് കാട്ടുപൂച്ച നമുക്ക് അതെ അതെ. അപ്പൊ അതൊക്കെ മന്ദം നടക്കണം ഗൈസ്. മഴയൊക്കെ വന്നിട്ട് മഴയും പന്നിയും എല്ലാം കുത്തിട്ട് വഴി നശിപ്പിച്ചിരിക്കുകയാണ്. അതാണ് കാര്യം. മഴ വന്നിട്ട് വെള്ളം കുത്തിടിച്ചിട്ട് വഴി കുറച്ചായത്. അതിനിടയ്ക്ക് പന്നി വന്ന് തോണ്ടിയിട്ടുണ്ട്. വന്നിട്ട് പന്നി മണ്ണിര തോണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കുത്തി ഇളക്കിയിട്ട് പോയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, വെള്ളം പോണത് നമ്മളെ അവിടുത്തെ പാറക്കെട്ട് വെള്ളം പോകണമാണ്. നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ട് മഴയായിട്ട്. അവിടെ വെള്ളത്തേയും പോണത് എന്താ നമുക്ക് വർക്ക് നടക്കാം. മന്ദം നമ്മൾ നടക്കുന്നത്. ശ്രുതി ഫാസ്റ്റായിട്ട് പോകുന്നു. ഓൾവേസ് യൂഷ്വൽ ശ്രുതി ഫസ്റ്റ് പോകുള്ളൂ. അപ്പോൾ അതൊക്കെ പോട്ടെ. ശ്രുതി എന്താ പോണേക്ക് തെന്നും. ഓക്കെ ഇവിടെയൊക്കെ സ്ലിപ്പാവും ഗൈസ്. കാരണം പായലുണ്ട്, ചെളിയും ഉണ്ട്. അതെ, വെള്ളം കവിഞ്ഞ് മുകളിലേക്ക് കയറി കാണുന്നത്. ഇവിടെയൊക്കെ ഈ ഇലയൊക്കെ കയറി കണ്ടില്ല. ഇതൊക്കെ കവിഞ്ഞ് പോയതാണ്. സൈഡിൽ കൂടെ പോകുന്നതും കവിഞ്ഞിങ്ങോട്ട് കയറിയ വെള്ളമാണ്.
ചേച്ചിയൊക്കെ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ശ്രുതി ചക്ക കാണിക്കാണ്ട് കൊണ്ടുപോയിരിക്കുക. ഇവരുടെ എല്ലാം ചക്കയുണ്ട്. ഒരു 4 ക്ലാസ് വീടാണ്. ഇവിടെ ചക്ക കാക്ക കൊത്തി ഗൈസ്. അവിടെ മുകളിലെ ചക്ക ഉണ്ടോ, അതിൻ്റെ പകുതിയോളം കാക്ക കൊത്തി തിന്നിരിക്കുന്നു. പക്ഷെ അത് പറിച്ചാൽ മതിയായിരുന്നു, അവർ പറിച്ചില്ല. കുഴപ്പമില്ല, ചക്ക നമുക്ക് വേറെ പറിക്കാം. അപ്പോൾ നമ്മളത് കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇത്ര നേരം ചേച്ചിയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ചേച്ചി അങ്ങ് വീട്ടിൽ പോകും, ചേച്ചിയുടെ വീട്ടിൽ പോകും. അപ്പോൾ നമ്മളെന്തായാലും കടയിൽ പോയിട്ട് വന്നിട്ട് കടയിൽ പോയിട്ട് തിരിച്ചു വരണം. കാരണം ടോർച്ച് ഇവിടെ വെച്ചേക്കണം, നമ്മൾ അതെടുത്തിട്ട് പോകണം. എന്തിനാണ് ഇവിടെ കൊടുക്കാനാ? ഓ, അപ്പോൾ കേസ് നമ്മൾ റേഷയുടെ ഒന്ന് സാധനം വാങ്ങിച്ച് സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങിച്ചപ്പോഴേക്കും അവർക്ക് കുറച്ച് കരിമ്പ് കിട്ടി. അവിടെ കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ ചേട്ടനും അച്ഛനും കൂടി ഒന്ന് കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോശം പോയതാ. ചേട്ടൻ ശരിയാണ്, സുധീർ മോശക്കാണ്. ചേട്ടനും മാമൻ്റെ മോൻ മാമനും ചേട്ടനും കൂടി കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരിമ്പ് കുറച്ച് തന്ന് 3 കരിമ്പ് വന്ന് നടാനും ഉണ്ട്, പിന്നെ കഴിക്കാനും ഉണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് മുട്ട ഞാൻ കൈ പിടിച്ചിരിക്കുന്നു. പൂച്ച നമ്മുടെ പൂച്ച ശ്രുതി നോക്കിയില്ല. ശ്രുതിക്ക് പൂച്ചേനെ പറ്റി നോക്കാണ്ടിന് സമാധാനമില്ല, ആണ് അവസ്ഥ. എന്നാൽ വീട്ടിൽ പോകാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. ഈ സംഭവം പക്ഷേ വേറെ പ്രശ്നമുണ്ട്. ഇരുട്ടായി തുടങ്ങിയത്. ഇപ്പോൾ അവിടുത്തെ ലൈറ്റ് കാണാൻ വെളിച്ചം കാണുന്നത് നല്ല ഇരുട്ടായി തുടങ്ങി. പക്ഷേ പെട്ടെന്ന് പോകണം ഇനി. അപ്പോൾ കൈസ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി ചേച്ചി ടോർച്ചും കൊണ്ട് ചേച്ചി വീട്ടിൽ പോകാൻ തുടങ്ങി. ചേച്ചിയുടെ വീട്ടിലേക്ക് നമുക്ക് ടോർച്ച് കൊണ്ട് തന്നെ എനിക്ക്. പിന്നെ ശ്രുതിക്ക് ടോർച്ച് കൂടി ചേച്ചി കയ്യിലെടുത്തുണ്ടെന്ന് ഭാഗ്യം. ചേച്ചി തന്ന് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് പെട്ടുപോയി. അല്ലെന്ന് വെച്ചു അത് നന്നായി. ചേച്ചി കയ്യിലെടുത്തും തന്നു. നമ്മൾ കടയിൽ വെച്ച് തന്നിട്ട് പോകണമെന്ന് നോക്കിയായിരുന്നു ചേച്ചി. എന്തായാലും നമ്മൾ തിരിച്ച് നമ്മൾ എത്തിയോണ്ട് കുഴപ്പമില്ല. കണ്ടോ ഗൈസ്, വെട്ടം കുറഞ്ഞുണ്ടോ, വെളിച്ചം കുറഞ്ഞുണ്ടോ, ഇരുട്ടായി തുടങ്ങിയില്ലേ. ഈ ക്യാമറയുടെ വെട്ടിനും കാണുമല്ലോ തോന്നുന്നില്ല, പക്ഷേ ഇരുട്ടായിട്ടുണ്ട് ഏകദേശം. ഇനി വീഡിയോ എടുക്കുന്നില്ല ഗൈസ്, ഞാൻ ഫോൺ ഓഫാക്കി വെക്കട്ടെ. കാരണം സമയമില്ല, ഇരുട്ട് മുമ്പ് വീടെത്തണ്ടേ. വഴിയിലല്ല പാമ്പൊക്കെ ഉണ്ട് ചവിട്ടാതെ വീട്ടിലെത്തണ്ടേ. അതുകൊണ്ട് ഫോൺ നോക്കിയാൽ ശരിയാവില്ല. അപ്പോൾ എന്നാലും വീട്ടിൽ പോയിട്ട് വിഷയങ്ങളൊക്കെ പറയാം ഗൈസ്. നടക്കട്ടെ, സമയം ഇപ്പോൾ കട്ടത്രയും സമയം കട്ട 40 ആണ് വേറെ കാര്യം. അപ്പോൾ ഗൈസ് നമ്മളുടെ വീട്ടിലെത്താറായി. അവിടെ ഷെഡിലാരും ഉണ്ട് ഗൈസ്. കാരണം നല്ല സിഗരറ്റ് സ്മെൽ അടിക്കുന്നു. നമ്മൾ പൊട്ടക്കണപ്പുറത്ത് ഒരു സ്ഥലമില്ലേ, എന്താ എൻ്റെ പേര്, വെട്ടുകല്ല് ഇതാക്കിയ അവിടെ ആളുണ്ട് ഗൈസ്. ഓക്കെ കേട്ടോ. പോയിട്ടോ. നമ്മൾ നടന്നിട്ട് പ്രശ്നം കൈകാര്യം പ്രശ്നം പോകണം. ചെറുതായിട്ടൊന്ന് വേർത്തിട്ടുണ്ട്, ചെളിയാണ്ട് കാലുമൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രുതി വെള്ളം വെച്ച് കഴിയും, ഞാനും കഴിയും കാലൊക്കെ. ഇനി നമുക്ക് വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. അമ്മയും റെഡി. ശ്രുതി രാത്രി കഴിക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുള്ളും ദോശമയമായിരുന്നു രാവിലത്തെ രാത്രി വരെ. നാളെ എങ്കിലും ചോറ് വെക്കുന്നതായിരിക്കും അല്ലേ ശ്രുതി? ആ വെണ്ടയ്ക്കൊക്കെ എടുത്ത് നാളെ മെഴുക്കിട്ടുണ്ടാക്കാം, അത് ശരിയാവില്ല. നമ്മൾ കുറച്ച് കൊഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അത് ഇട്ടുണ്ടാക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കൊഞ്ചി കിട്ടിയില്ല എത്ര ദിവസമായിട്ടും അല്ലേ. അവിടെ രണ്ടും കളിപ്പിച്ച് നാളെ ഉണ്ടാക്കുന്ന പ്ലാനിലാണ്. നാളെ എന്തായാലും നമുക്ക് മെഴുക്കിട്ട് ഉണ്ടാക്കാൻ വെണ്ടയ്ക്ക, അല്ലെങ്കിൽ കേടായിപ്പോൾ ഫുള്ളായിട്ട്. അതിൻ്റെ പകുതിയെങ്കിലും എടുത്ത് ഉണ്ടാക്കണം അല്ലേ. പിന്നെ ചോറും കൂടി വെക്കണം. നാളെ രാവിലെ മിക്കവാറും ദോശയ്ക്ക്, അതൊക്കെ നാളത്തെ ബ്ലോഗിൽ കാണിക്കാം അല്ലേ നിശു? അത് പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ദോശ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കാം. ശ്രുതിക്ക് ഭക്ഷണത്തിന് മുകളിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം കഴിക്കട്ടെ. ഇല്ലല്ല എല്ലാം കണ്ടാ വീഡിയോ പ്ലേ ചെയ്ത് നോട്ടെ എന്തായാലും. അപ്പോൾ കഴിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തു. മീൻകറി ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ദോശ ഇത് അത് ടേബിൾ മാറ്റാണ്. നമ്മൾ കഴിക്കുന്ന ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് അത് വിരിച്ചിട്ടിട്ട് കഴിക്കും. അതാകുമ്പോൾ കട്ടിലൊന്നും ആവൂല. ആർജ വരട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, അതെ, മെഡിസിൻ കഴിച്ചു. ഇനിയിപ്പോ എന്താ 5-10 മിനിറ്റ് ഇരിക്കുക. കാരണം തിന്നുടനെ കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യും. അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെറിയൊരു ടെക്നിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേ ഫ്രീ ഒക്കെ കത്തിക്കാനുള്ള. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ബൈ ഫ്രം അജയ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓളുന്ന ബെല്ലൈക്കൺ കൂടി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ.